ജൂൺ 25 ഭരണഘടനാ ഹത്യ ദിവസമായി വിജ്ഞാപനമിറക്കി കേന്ദ്ര സർക്കാർ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം ഭരണഘടന ഇല്ലാതായ ദിവസമെന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത്. അടിയന്തരാവസ്ഥക്കാലത്തെ ഭരണകൂട ഭീകരതയെ ഓർമ്മിപ്പിക്കാനാണ് പുതിയ പ്രഖ്യാപനമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലയളവിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന ദിവസമായി ജൂൺ 25 മാറുമെന്ന് പ്രധാനമന്ത്രിയും പ്രതികരിച്ചു. അതേസമയം കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ആയിരുന്നുവെന്ന മറുപടിയുമായി കോൺഗ്രസ് രംഗത്തെത്തി. ജീവശാസ്ത്രപരമല്ലാത്ത പ്രധാനമന്ത്രിയുടെ കാപട്യത്തിന്റെ മറ്റൊരു മുഖം കൂടി വ്യക്തമായെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പരിഹസിച്ചു. ഭരണഘടനയുടെ ഉത്ഭവം മനുസ്മൃതിയിൽ നിന്നല്ലാത്തതിനാൽ 1949 സംഘപരിവാർ അതിനെ എതിർത്തുവെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ അടിയന്തരാവസ്ഥ പരാമർശിക്കുന്ന പ്രമേയം സ്പീക്കർ അവതരിപ്പിച്ചത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ഉയർത്തിയത്. പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് അംഗങ്ങളായി ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ നടപടി രാഷ്ട്രീയമായി പ്രസക്തമാകുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.